അപ്പോൾ പെരുമ്പാവൂരുള്ള ഒരു വ്യാപാര സ്ഥാപനത്തിൽ ഈ രണ്ട് അന്യസംസ്ഥാനത്തുള്ള രണ്ട് പേരാണ് ഇവരെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ വന്നിട്ട് അവിടെ തർക്കം ഉണ്ടായതിൻ്റെ പേരിൽ അപ്പോൾ തന്നെ അവർ പോലീസിനെ വിളിക്കുകയും പോലീസ് വന്നവരെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകാൻ പോകുന്ന സമയത്തുണ്ടായ പ്രശ്നങ്ങളാണ് നമ്മൾ നേരത്തെ ആ വീഡിയോയിലൂടെ കണ്ടത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. പോലീസ് വന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് അവരെ കൊണ്ടുപോകാൻ പോയപ്പോൾ അവർ പോലീസിന് നേരെ ആക്രമണം അഴിച്ചുവിടുന്നത് നമ്മൾ കണ്ടു. ആ പോലീസുകാർ അത്രയും കരുത്തോട് കൂടിയിട്ടാണ് ആ ലാത്തിക്കൊണ്ട് അവരെ തല്ലുന്നത്. എന്നിട്ട് പോലും അതൊന്നും ഏൽക്കാത്ത വിധം വളരെ പെട്ടെന്ന് അവന്മാരെ ഇട്ടിട്ട് അത് കൈവച്ച് തടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇവരൊക്കെ എത്തരത്തിലുള്ള ലഹരിയായിരിക്കും ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം അത്രയും ശക്തിയോട് കൂടിയിട്ടാണ് ആ പോലീസുകാർ അവരെ അടിച്ചത്. എന്നിട്ടും അവർക്ക് ഒരു കൂസലില്ലാതെ അവർ എനിക്ക് വന്നപ്പോൾ അവരെത്തരത്തിലുള്ളൊരു മയക്കുമരുന്നുകളൊക്കെ ആയിരിക്കും അവർ അടിച്ചു കയറ്റുന്നതെന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ പോലീസുകാരോട് ഇവർ ഇങ്ങനത്തെ സംഭവം കാണിക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയോടാണ് ഇവന്മാർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവന്മാർ ഒരു തർക്കത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കുള്ളൂ? ഇവന്മാരെന്തായിരിക്കും ആ സാധാരണക്കാർ ചെയ്യാൻ പോകുന്നതെന്ന് എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റും? ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇവന്മാർ ഈ മയക്കുമരുന്നുള്ള സാധനങ്ങളൊക്കെ അടിച്ച് കയറ്റിട്ടായ അബോധാവസ്ഥയാണ് ഇവന്മാർ നിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് പോലീസാണോ അല്ലോ സാധാരണക്കാരെന്നുള്ള ചിന്തിക്കാനുള്ള ബോധം വിവരമൊന്നും ഇവർക്ക് ആ നേരത്തില്ല. കാരണം അതിൻ്റെ എഫക്റ്റിലാണ് ഇവന്മാർ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ ഒരു പ്രശ്നത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം മയക്കുമരുന്ന് പോലുള്ള സംഭവങ്ങൾ എല്ലാ സ്ഥലത്തും നമ്മൾ കാണുന്നതാണ്, ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഓരോ സ്ഥലത്തും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പുതുതലമുറയിൽപ്പെട്ട പിള്ളേരൊക്കെ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിനെതിരെ ഏത് സർക്കാരാണെങ്കിലും, ഇപ്പോൾ കോൺഗ്രസ് സർക്കാരാണ് ഭരണത്തിൽ വന്നിട്ടുള്ളത്, അപ്പോൾ ഏത് സർക്കാരാണെങ്കിലും എത്രയും പെട്ടെന്ന് നമുക്ക് ഇതാക്കാൻ കഴിയില്ലെങ്കിൽ കൂടി ഇതിന് വേണ്ടിയിട്ട് ചെറിയ തോതിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എത്രയും വേഗം തന്നെ ഇതുപോലുള്ള പ്രശ്നത്തിനൊരു പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ്. അത് നമ്മുടെ നാടിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമായി തന്നെ തീർന്നിരിക്കുകയാണ്. കാരണം ഇപ്പോൾ നിയമപാലകരോട് പോലും ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ മറ്റുള്ള സാധാരണക്കാരെ എങ്ങനെയായിരിക്കും ഇവിടെ ജീവിക്കുന്നതെന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴൊന്നും അത് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അതിൻ്റെ പേരിലാണ് ഈ വീഡിയോ ഇട്ടത്. ഓക്കെ.